നിങ്ങൾക്ക് യൂറോപ്പിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ട് ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ സയൻസ് ആവട്ടെ, എന്താവട്ടെ, എങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത്. എൻ്റെ ഫ്രണ്ടാണ് ജയ്സൽ. ഞാനിപ്പോൾ ഹെൽസിങ്കിയിലാണുള്ളത്. ഇവിടെ സ്ലഷ് എന്ന് പറഞ്ഞ കോൺഫറൻസിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ജയ്സലിൻ്റെ വീട്ടിലാണ് ആക്ച്വലി ഉള്ളത്. ജയ്സലിൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ, ജയ്സൽ കോഴിക്കോട് സ്വദേശിയാണ്. അവിടെ നിന്ന് 10th കഴിഞ്ഞിട്ട് പോളിടെക്നിക്കലാണ് പഠിച്ചത് അല്ലേ. പോളിടെക്നിക്കിൽ നിന്ന് ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. അവിടെ നിന്ന് ഇൻ്റലിൽ എൻ്റെ കൂടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, ബ്രോഡ്കോമിൽ വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ആ ഒരു കോർപ്പറേറ്റ് ജോബ് ഒഴിവാക്കി ഇവിടെ ഫിൻലൻഡിലോട്ട് പഠിക്കാൻ വേണ്ടി, യൂണിവേഴ്സിറ്റി ഓഫ് ആൾട്ടോർ പഠിക്കാൻ വേണ്ടി വന്നു. ഫുള്ളി ഫണ്ടഡ് ആയിട്ട്, അതും സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റി. എന്നിട്ട് ഇപ്പോൾ നോക്കിയയിൽ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ആളൊരു ഫിന്നിഷ് സിറ്റിസൺ കൂടിയാണ്, ഫിൻലൻഡ് സിറ്റിസൺ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ജയ്സലിൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്കുള്ള ടേക്ക് അവേസ് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസിൽ, നല്ല യൂണിവേഴ്സിറ്റീസിൽ എത്താൻ സാധിക്കും, അതും ഫുള്ളി ഫണ്ടഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം പ്രോബ്ലി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന, ചിലപ്പോൾ ഒരു ലോവർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെങ്ങനെയാണ് ഒരു ഹയർ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്, ഹയർ ഡ്രീംസ് പ്ലാൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് സംസാരിക്കും. സോ വെൽക്കം ജയ്സൽ. സന്തോഷം ഇവിടെ വന്നിട്ട് ജയ്സലിൻ്റെ വീട്ടിൽ വന്ന് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളത്. ജയ്സലിൻ്റെ ഒരു ജേണി, സ്കൂളിൽ നിന്നുള്ളൊരു ഒരു ജേണി, എന്തുകൊണ്ട് പോളിടെക്നിക്കിൽ പോയി എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കും. ഓക്കെ, താങ്ക് യു ഫോർ ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സ്കൂളിംഗ് പഠിച്ചത് MES രാജ റെസിഡൻഷ്യൽ സ്കൂൾ NIT അടുത്ത്. അവിടെ മെയിൻ ക്യാമ്പസ് ആണ്, ഒരു സിസ്റ്റർ ക്യാമ്പസ് ഉള്ളത് പാവങ്ങാടാണ്. അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്കൂളിംഗ് ഒരു 4th അല്ലെങ്കിൽ ഒരു 8th വരെയൊക്കെ ഞാനൊരു വളരെ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുള്ളത് ഐ വാസ് ഫസ്റ്റ് ഫ്രം ദ ബിലോ എന്നായിരുന്നു. ക്ലാസ്സിലെ ലാസ്റ്റിലെ ഫസ്റ്റ് 2 അങ്ങനെ ഉണ്ടല്ലോ, ലാസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് 2 ഒക്കെ ഞാനായിരുന്നു അതിനാണ് കോമ്പീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വളരെ എല്ലാ സബ്ജക്റ്റിലും ഫെയിൽ ആവുക. അതിൽ എസ്പെഷ്യലി എനിക്ക് ഓർമ്മയുള്ളത് ഒരു 4th സ്റ്റാൻഡേർഡിൽ ഹിന്ദിക്ക് ഒരു 0 മാർക്ക് കിട്ടിയ ഒരു സാഹചര്യം. അപ്പോൾ ആ സമയത്തൊക്കെ കളിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ അജണ്ട. ക്രിക്കറ്റ് കളിക്കുക, ക്രിക്കറ്റർ ആവണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് ടീമിൽ പോയി സെലക്ഷന് പോവുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8th വരെ അങ്ങനെ ഒരു 8th വരെ അങ്ങനെ ഒരു ജേർണി അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, അറ്റ് സം പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ രക്ഷപ്പെടില്ല എന്ന് തോന്നി, പഠിക്കണം എന്ന് തോന്നി. പക്ഷേ അറിയാലോ, ഓൾറെഡി ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ അത്ര കഷ്ടപ്പെടേണ്ടി വരും ഒരു നല്ലൊരു എബോവ് എവറേജ് ആവണമെങ്കിൽ. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് എന്തായാലും ആ ഒരു ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ 8th ആണ് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ എക്സാമിന് പാസ്സാവാൻ തുടങ്ങി, ഓരോ സബ്ജക്റ്റിനും പാസ്സാകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ലൊരു സുഖമുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് നല്ല മാർക്കൊക്കെ അതെ, അപ്പോൾ അങ്ങനെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ 10th ഒക്കെ ആയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഡെയിലി ഒരു 10 മണിക്ക് കിടന്നുറങ്ങി 4 മണിക്ക് നീറ്റ് ഡെയിലി പഠിക്കുന്നൊരു. എന്നാലും സ്കൂൾ സമയത്ത് എന്തായിരിക്കും അങ്ങനെയൊക്കെ തോന്നാനുള്ളൊരു കാരണം? പല കുട്ടികൾക്കും മിസ്സിംഗ് ആയിട്ടുള്ള സംഭവം അതായിരിക്കൂലേ? എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ അങ്ങനെ തോന്നാൻ? അതെ, എനിക്ക് തോന്നിയത് പഠിച്ചാലേ ജോലി കിട്ടുമോ എന്നുള്ളൊരു സാധനം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ ആ 8th എത്തിയപ്പോഴാണ് ആ റിയലൈസേഷൻ വന്നത്. അതുവരെ പറഞ്ഞ ഒരാളില്ല, വീട്ടിൽ നിന്ന് പറയും പഠിക്കുന്ന പറയും, പക്ഷെ എന്തിനു പഠിക്കണം, ആ ഒരു ഗൈഡൻസ് തരാൻ ആരില്ല എന്നുള്ളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയി. അതെ, 10th അൽഹംദുലില്ലാ നല്ലൊരു മാർക്കോടെ കൂടെ പാസ്സാകാൻ പറ്റി. ഒരു 82%. CBSE സിലബസ് ആണ്. അതൊരു 8th പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്കാണ് പറയാം. അപ്പോൾ അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ 10th ഒരു മോഡൽ എക്സാം, ഇതൊക്കെ മെമ്മറിയിൽ നിൽക്കാൻ കാരണം അത്രയും ഫ്രൂട്ട്ഫുൾ ആയതുകൊണ്ടാണ്. ഒരു ക്ലാസ്സിൽ ഒരു സബ്ജക്ട്, ഒരു ബയോളജിയിൽ എനിക്ക് 75ൽ 72 കിട്ടി, ക്ലാസ് ടോപ്പറായി. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഒരു സബ്ജക്റ്റിൽ ക്ലാസ് ടോപ്പർ ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് 10th കാര്യം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 10th ഓൾറെഡി കൺഫ്യൂഷൻ ഉണ്ട്, എന്തിനു പോകണം, +1 +2 പോയിട്ട് മെഡിസിന് പോകണോ എഞ്ചിനീയറിംഗിന് പോകണോ അന്ന് അങ്ങനെയാണല്ലോ തിങ്ക് ചെയ്യുക, വേറെ ഒന്നും തിങ്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരുപാട് മാത്സ് ആണ്. എനിക്ക് താല്പര്യം മെഡിസിന് പോകാനാണ് ആ സമയത്ത്. പക്ഷെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകണ്ട എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഇരിക്കുകയാണ് 10th എവിടെ ഇതൊരു പ്രോഗ്രാമിന്. വീട്ടുകാരെന്തെങ്കിലും സപ്പോർട്ട് കുറവ്? അല്ലല്ല, അവർ റെഡിയാണ് കാശ് കൊടുത്ത്. പക്ഷെ അപ്പോൾ
അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രോഷർ കാണുന്നത്, ഏതൊരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു കോളേജിൻ്റെ ബ്രോഷർ. അതിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു സാധനം കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു ബയോ റിലേറ്റഡ് സാധനമാണ്. ഡോക്ടറിൻ്റെയും അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അറിയാത്തവർക്ക് പറയാം, നമ്മൾ ഹോസ്പിറ്റലിലെ മെഷീൻസിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ സർവീസിങ് കാര്യങ്ങളായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്ലോമക്കാണ് ഞാൻ വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ പോയത്. അപ്പോൾ അവിടെ 3 years പഠിച്ചു. വടകര. അപ്പോൾ +2 വേണ്ടാന്ന് അന്ന് തോന്നാൻ എന്തായിരിക്കും റീസൺ? അതൊന്ന് പറഞ്ഞുതരാൻ ആരും ഇല്ലായിട്ടാണോ എന്താണ്? അതൊരു കൺസേൺ ആയിരുന്നു, പക്ഷെ ആ ഒരു റിസ്ക് ഞാൻ എടുത്തു എന്തായാലും. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഡിസിഷനായി തോന്നുന്നുണ്ടോ അപ്പോൾ നോക്കുമ്പോൾ? അത് ശരിയാണ്, നല്ല ഡിസിഷൻ അല്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ആ ഡിസ്കഷനിലേക്ക് വരാം. പക്ഷേ ആ 10th കഴിഞ്ഞ് പിന്നെ പോളിടെക്നിക്കിൽ 3 വർഷം പഠിക്കുമ്പോഴുള്ള ഒരു മാത്തമാറ്റിക്സ് നമ്മൾ വളരെ കുറച്ചേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിൻ്റെ 2nd ഇയറിൽ ലാറ്റർ എൻട്രി ആയിട്ട് പോയിരിക്കുമ്പം നമുക്ക് മാത്സ് ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് വേണം മാത്സ് പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് പിന്നെ പോളിടെക്നിക്കിൻ്റെ കാര്യം. പോളിടെക്നിക്കിൽ 3 വർഷം നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. ഈവൻ ദോ ക്ലാസ്സിലൊരു 95% സ്റ്റുഡൻസും +2 കഴിഞ്ഞ് വന്നവരാണ്. ആകെ 10th കഴിഞ്ഞ് വന്ന 4-5 സ്റ്റുഡൻസ് ഉണ്ടായുള്ളൂ. മാത്രമല്ല സ്റ്റേറ്റ് ലെവലിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 2nd റാങ്കും കിട്ടി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ സമയത്ത് എനിക്ക് അറിയായിരുന്നു അടുത്ത ഫോക്കസ് എഞ്ചിനീയറിംഗ് ആണെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി പാരലായിട്ട് മാത്സ് പഠിച്ചു തുടങ്ങി. ഈ ഡിപ്ലോമ ജനറലി ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുക പെട്ടെന്നൊരു ജോലി കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ലേ കൂടുതൽ ആൾക്കാരും ഡിപ്ലോമ ചെയ്യുന്നത്. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ജയ്സലിന് ആദ്യം ഉണ്ടായിരുന്നു, അതോ പിന്നെ മാറിയതാണോ, എങ്ങനെയാണ്? സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു ഓഫർ കിട്ടിയാൽ വേണമെങ്കിൽ പോവാന്നുള്ളത്. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഇനി കൂടുതൽ പഠിക്കണം, ഇനി ഇതല്ല എൻ്റെ അൾട്ടിമേറ്റ്, ഇനി കൂടുതൽ പഠനം എന്നുള്ളതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ലാറ്റർ എൻട്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പാരലായിട്ട് പഠിച്ചു തുടങ്ങി. മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ മാത്തമാറ്റിക്സ് പ്ലാനിങ് ആണ് പ്ലാനിങ് ആയിരുന്നു. അതേ സമയത്ത് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ +1 +2 കുട്ടികളുടെ ട്യൂഷൻ എടുത്തു തുടങ്ങി. വടകര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ മാത്തമാറ്റിക്സ്, അവരുടെ ഫിസിക്സ്. ഇപ്പം ഉണ്ടോ അറിയില്ല, പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ പഠിച്ചു. അപ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് സൈഡായിട്ട് ചെറിയൊരു ഹാസിൽ എന്നുള്ള പോലെ പൈസ കിട്ടാൻ തുടങ്ങിയതും. അപ്പോൾ അതും അങ്ങനെ അതിനോട് ടച്ച് ഉണ്ടായിരുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ളതിൻ്റെ. പിന്നെ അതുപോലെ 3rd ഇയർ ഓഫ് ഡിപ്ലോമ എത്തിയപ്പോൾ നമ്മൾ ലാറ്റർ എൻട്രിക്ക് വേണ്ടി കോച്ചിങ്ങിന് പോയി. അതിനായി മെയിൻ ഇമ്പോർട്ടൻസ് നമ്മുടെ ഡിപ്ലോമയുടെ സാധനം എന്തായാലും. അപ്പോൾ ഡിപ്ലോമ എന്തായാലും പാസ്സായി നല്ലൊരു സംഭവം കിട്ടുമെന്ന് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അതവിടെ അത്ര ഫോക്കസ് കൊടുത്തിട്ടില്ല. എഞ്ചിനീയറിംഗിലുള്ള എൻട്രൻസ് എക്സാമിന് നല്ല ഫോക്കസ് കൊടുത്തു. ലെറ്റർ എൻട്രി നല്ല രീതിയിൽ തന്നെ പാസ്സായി. ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയിൽ അഡ്മിഷൻ കിട്ടി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബയോമെഡിക്കൽ നേരെ ഇലക്ട്രോണിക്സിലോട്ടാണ്. അതിനൊരു റീസൺ ഉണ്ട്. അത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴാണ് ഈ ഇലക്ട്രോണിക്സിന്റെ ഒരു വേൾഡ് ആയിട്ട് കാണാൻ പറ്റിയത്. ഇത് നല്ലൊരു. പക്ഷേ ഈ ഡിപ്ലോമക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നല്ല കൂടുതലായിരിക്കും. ഈവൻ നോർമൽ എഞ്ചിനീയറിംഗ് ആളെക്കാളും ഒരു ഇലക്ട്രോണിക്സ് ബേസിക്സ് ആയിട്ടുള്ള സർക്യൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങൾ അല്ലേ, അത് നല്ലൊരു പ്രാക്ടീസ്. അതിന് റീസൺ എന്താ വെച്ചാൽ നമ്മളെ ബിടെക്കിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ലാബോറട്ടറി വർക്കുകളും ഡിപ്ലോമയിൽ ചെയ്യുന്നുണ്ട്. എന്നാലും ജസ്റ്റിൽ പറയുന്നത് ഒരാൾ ബിടെക് പോകുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് എടുത്ത് മാത്സ് പഠിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. അതാണ് ബെസ്റ്റ്. ഒരു റിസ്കി പാത്ത് എടുക്കണ്ട എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ രീതി തന്നെയാണ്, എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇനി ഒരാൾ ഡിപ്ലോമക്ക് പോയി വിചാരിച്ചാൽ അയാളുടെ ഡ്രീംസിന് ഒരു തടയിടേണ്ട ആവശ്യമില്ല. ദർ ആർ മോർ ദാൻ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ജയ്സലിന്റെ സ്റ്റോറി വഴിയെ നമുക്ക് പ്രോപ്പർട്ടി മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമ്മൾ മോഡൽ എഞ്ചിനീയറിംഗ്. ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഞാൻ ഡിപ്ലോമ പഠിക്കുമ്പോൾ 2nd ഇയർ ആണ് എൻ്റെ ഓർമ്മ. എൻ്റെ മാത്തമാറ്റിക്സിന്റെ ടീച്ചർ ഉണ്ടല്ലോ ഡിപ്ലോമയിൽ, മൂപ്പരോട് ചോദിച്ചു ഞാനിങ്ങനെ എഞ്ചിനീയറിംഗ് പോകാൻ താല്പര്യമുണ്ട്, മാത്സ് കഴിച്ചല്ലാവും. അപ്പോൾ എന്നോട് പറഞ്ഞു കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അത് ഓൾറെഡി അതെ. യെസ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തി. എന്തായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എത്തിയപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ വാട്ട് വാസ് യുവർ ഡ്രീംസ് ദെൻ? അവിടെ എത്തിയപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു പഠിച്ച് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയായിരുന്നു അത്. അപ്പോൾ അറിയാലോ, ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അറിയാം, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അപ്പോൾ അവിടെ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞാൽ അത് തന്നെ എറണാകുളത്തും കേരളത്തിൻ്റെ വിവിധ നല്ല റാങ്കുകൾ കിട്ടിയിട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇത്രയും പറഞ്ഞ ജേർണിയിൽ ജസ്റ്റ് ഒരു എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ് പറയുകയാണെങ്കിൽ. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പം ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ ക്ലാസ്സിൽ. കാരണം ഇവർ ക്ലാസ് എടുക്കുമ്പോൾ അറിയാലോ, അവർ ഓൾറെഡി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് നല്ലൊരു ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാത്സ് ഓൾമോസ്റ്റ് ഡെയിലി 2 hours 3 hours ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും.
അപ്പോൾ തൊട്ടടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത റൂമുകളിൽ M.Tech പഠിക്കുന്ന ചേട്ടന്മാരുള്ളത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പോയിട്ട് ഡൗട്ട്സ് ചോദിക്കും, ഇതെന്താ എങ്ങനെ. പിന്നെ കുറേ ഇരുന്ന് ഞാൻ തന്നെ ഒരു ഓഡ് വൺ ഔട്ടായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കണം വളരെ ഇതായി ചോദിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ കുറേ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളൊരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ലാക്കിംഗ് ആണ്. മേ ബി ഒരു less than 5% ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് അങ്ങനെയാണോ? എങ്ങനെ, അതായത് ഇങ്ങനെ കുറച്ചൊക്കെ പഠിക്കണം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് എവിടെയെങ്കിലൊക്കെ എത്തണം എന്നുള്ളൊരു തോന്നല് എത്രത്തോളം ആൾക്കാർക്ക് പ്രോബ്ലി ജെയ്സണിൽ കൂടെ പഠിച്ച ആൾക്കാർക്ക് ഒരു സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു? അന്ന് ഓൾറെഡി ഈ പറഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ കൂടുതലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി ആ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. ഇപ്പോൾ വെറുതെ പോയി മാത്സ് എഴുതിയാലും നല്ല മാർക്സ് കിട്ടുന്ന സ്റ്റുഡൻസ് ആണ് ഉള്ളത്. കുറച്ചുകൂടി നല്ല സ്റ്റുഡൻസ് ആണ് സ്വാഭാവികമായിട്ടും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ M.Techകാരോട് കൂടെ ഒക്കെ ഡൗട്ടൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. റൈറ്റ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് എന്താണ് ഇനി ഒരു പ്ലേസ്മെന്റ് എന്നുള്ളതായിരിക്കും അല്ലേ? അങ്ങനെ അതിന് എന്തൊക്കെയായിരുന്നു ജെയ്സിൽ എടുത്തൊരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ്? എൻ്റെ ഒരു അറിയാലോ, കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്മെന്റ് ഉള്ള കോളേജാണ് മോഡൽ കോളേജ്. NVIDIA പോലെ, ഇന്റൽ പോലെ, പിന്നെ നമ്മുടെ സിനോപ്സിസ് പോലെയുള്ള കമ്പനികൾ ഡയറക്റ്റ് വന്ന് പ്ലേസ്മെന്റ് നടത്തുന്ന കേരളത്തിലെ വളരെ ചുരുക്കം ക്യാമ്പസിൽ ഒന്നാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കോർ കമ്പനീസിൽ കയറാൻ, നോ മാറ്റർ വാട്ട് സർവീസ് കമ്പനിയിൽ കയറാനേ പോകുന്നില്ല. കാരണം ഇലക്ട്രോണിക്സ് ചൂസ് ചെയ്തത് ഐ ന്യൂ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഐ എം കോമ്പീറ്റിംഗ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് അവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു കോർ കമ്പനിയിൽ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ക്യാമ്പസിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വഴി ബ്രോഡ്കോമിൽ റെഫറൽ ത്രൂ ആണ് ഞാൻ ബ്രോഡ്കോമിൽ കയറുന്നത്. അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ കോളേജ് സമയത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരിക്കും ജെയ്സിൽ? എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പോളിടെക്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ ജെയ്സിൽ ചെയ്തിരുന്നു? പ്ലേസ്മെന്റ് എന്നുള്ള ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അക്കാഡമിക്സ്. അതെ. ഇത് കണക്ട് ചെയ്ത് പറയേണ്ട കാരണം എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ്. ഡിപ്ലോമ കഴിഞ്ഞ് തന്നെ അതുകൊണ്ട് ലാബിൽ നമ്മളൊരു 4-5 പേര് ഭയങ്കര സ്ട്രാസാണ്. എന്ത് ലാബ് വർക്ക് വന്നാലും നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പിൽ ഡിപ്ലോമ കഴിഞ്ഞ് വന്ന ഒരാളുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. ആർക്ക്? ബാക്കിയുള്ള സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാനിപ്പോഴും ഇങ്ങനെ സൈഡ് ഹാസിൽ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ടെക് ഫെസ്റ്റുകളെ കുറിച്ച് അറിയുന്നത്. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് നോഎ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ടെക് ഫെസ്റ്റുകളും എന്ത് ചെയ്യും, ലിസ്റ്റ് ഡൗൺ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജ് KMEA ആണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു ടെക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വെറുതെ അവിടെ ഒരു സർക്യൂട്ട് ഡിസൈൻ കോമ്പറ്റീഷൻ. അപ്പോൾ അതിന് ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ആർക്കും ഈ സർക്യൂട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇൻക്ലൂഡിങ് മീ. എനിക്കും പറ്റിയില്ല. എന്തോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ ആസ് എ അപ്രീസിയേഷൻ എന്നുള്ള പോലെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉള്ളത് പോലെ അവരൊരു 1000-2000 രൂപ പ്രൈസ് തന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ഇയറിലാണ് സംഭവം. ഇത് കൊള്ളാലോ പരിപാടി, കാശ് കിട്ടുന്ന പരിപാടിയല്ല. പിന്നെ അങ്ങനെ നടക്കാമല്ലോ, കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ആണ് പിന്നെ നോക്കി തുടങ്ങി അടുത്ത ടെക് ഫെസ്റ്റിവലാണ്. അങ്ങനെ ഞാൻ ക്ലാസ്സിലെ രണ്ട് വേറെ ബുജികളെ, ഒരാളുടെ പേര് രാഹുൽ, മൂപ്പര് ഇപ്പം ISROയിൽ സയൻറ്റിസ്റ്റാണ്. മറ്റാള് അജിന്, അവനിപ്പോൾ ഇന്റലിൽ ഡിസൈൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഞങ്ങളൊരു രാജ് ഡിബഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് തുടങ്ങി, രാഹുൽ, അജിൻ, ജെയ്സൽ ഡിബഗേഴ്സ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ സകല ടെക് ഫെസ്റ്റിനും പോകാൻ തുടങ്ങി കേരളത്തിലെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-25 ടെക് ഫെസ്റ്റിൽ പോയിട്ടുണ്ടാവും. അതിലൊരു 15ഓളം ഞങ്ങൾ പ്രൈസ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കാശും കിട്ടി. പക്ഷേ മോർ ദാൻ ക്യാഷ് വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലേ നമ്മളത് ഇനീഷ്യേഷൻ. നമ്മൾ ആ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ടേക്ക് അവേ ആണ് നമ്മളത് കേൾക്കുന്ന കുട്ടികൾക്ക്. അതിന് എഞ്ചിനീയറിംഗ് ആവട്ടെ, ഒരു നോർമൽ ഡിഗ്രി ആവട്ടെ, എന്തിലെങ്കിലുമൊക്കെ നമ്മുടെ ഒരു സ്കില്ല് ലൈക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ പലപ്പോഴും ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കൾച്ചറൽ ഫെസ്റ്റ് ഇതിനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഒരു ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാക്കത്തോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ കുറച്ചൊരു ഇന്റലക്ച്വൽ ആയിട്ടൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടോ കിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം എന്നുള്ളതാണ്. റൈറ്റ്. അങ്ങനെ പ്ലേസ്മെന്റ്, കോളേജ് പ്ലേസ്മെന്റ്സിന് പകരം ഒരു റെഫറിലൂടെ ബ്രോഡ്കോമിലെത്തി. പിന്നെയാണ് ഇന്റലിൽ വരുന്നത്. ഇന്റലിൽ ഞാനും ജെയ്സലിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെയ്സലിന്റെ റെഫറൽ ബോണസ് ഒക്കെ അടിച്ചത് ഞാനാണ്. പിന്നെ അങ്ങനെ ഇന്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും തോന്നിയിരുന്നു, കാരണം നല്ലൊരു പ്ലേസ് ആണ് ഇന്ത്യ എന്നുള്ളത്. ഒരു നല്ലൊരു വർക്ക് പ്ലേസ് ആണ്. ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജി, ബ്രോഡ്കോം ആയാലും ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജി വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാ പോരാ എന്നുള്ളൊരു തോന്നൽ എവിടുന്നാ വരുന്നത്? എന്താണ്? അതായത് ഓൾറെഡി ബിടെക് കഴിഞ്ഞപ്പം 2 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ് വേൾഡിൽ കയറാം, അറ്റ് ദ സെയിം ടൈം എനിക്കിങ്ങനെ ഒരു ഹയർ സ്റ്റഡീസ് സ്റ്റിൽ ഇനിയും പഠിക്കണം എന്നുള്ളൊരു തോട്ട് ഉണ്ട്. അപ്പോൾ അതൊരു
PhD വരെ എത്തണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇത് പറയുമ്പോൾ നല്ലൊരു റെസിലിയൻസിൻ്റെ ഒരു കഥ പറയാണ്ട് ഈ ഒരു കാര്യത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എല്ലാ യൂണിവേഴ്സിറ്റികളും ലോകത്തെ ഒരു 100 യൂണിവേഴ്സിറ്റിയോളം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 100 യൂണിവേഴ്സിറ്റി? അതിൽ തന്നെ ഒരു 10-15 സ്കോളർഷിപ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 5 വട്ടം MS PhD പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തു. 5 വട്ടം റിജക്റ്റ് ആയി. 4 വട്ടം റിജക്റ്റ് ആയി. 5ാമത്തെ വട്ടം സെലക്റ്റഡ് ഫോർ കഴിഞ്ഞിട്ടില്ല, സെലക്റ്റഡ് ഫോർ ഇൻ്റർവ്യൂ. അതിന് പ്രൊഫസറിന് ഇഷ്ടമായി, പക്ഷേ HR ഇൻ്റർവ്യൂവിൽ എന്തോ ഒരു കാരണത്താൽ അവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുക ഒരു സാഡ് മൊമെൻ്റ് ആണ്. പക്ഷേ അതേ സമയത്ത് എൻ്റെ ഒരു സീനിയർ പുള്ളി എങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ കുറേ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു വെറുതെ ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ഇത് യൂറോപ്പിലാണ്, ഇങ്ങനെ ഒരു EIT ഡിജിറ്റൽ മാസ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്, അതിന് അപ്ലൈ ചെയ്ത് നോക്ക്, ഫുൾ സ്കോളർഷിപ്പിനുള്ള സ്കോപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ അപ്ലൈ ചെയ്ത അതേ SOP എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ലെറ്റർ, അത് വെച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഡുവൽ മാസ്റ്റർ ഡിഗ്രിക്ക് ഇവിടെ ഫസ്റ്റ് ഇയർ ഇൻ KTH സ്റ്റോക്ക്ഹോം. KTH എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോമിൽ അല്ലെങ്കിൽ സ്വീഡനിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഫസ്റ്റ് ഇയർ ഇൻ എംബഡഡ് സിസ്റ്റം, അതുപോലെ സെക്കൻഡ് ഇയർ ഇൻ എംബഡഡ് സിസ്റ്റം ഇവിടെ ഫിൻലാൻഡ്. അതായത് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി 2 രാജ്യങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ 100 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു, എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒന്നാമത് എൻ്റെ അടുത്ത് കുറേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോട്ടീവ് വീട്ടിൽ നിന്ന് കാശ് ഇറക്കരുത് എന്നുള്ളതാണ്. അതൊരു മെയിൻ അജണ്ട ആയിരുന്നു. അത് വലിയൊരു മോട്ടീവ് തന്നെയാണ്. അതെ. വീട്ടുകാരുടെ കാശിൽ പഠിക്കരുത് എന്നുള്ള. അപ്പം ഞാൻ US അപ്ലൈ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്പം ഞാൻ ലോകത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്ന് കണ്ടെത്തി. അതിൽ ഞാൻ മിക്കവാറും കണ്ടത് UK യൂണിവേഴ്സിറ്റീസ് ഫ്രീ ആണ്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഒട്ടുമിക്ക ആപ്ലിക്കേഷൻ ഫീ ഇല്ല. മിഡിൽ ഈസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ അതിൻ്റെ ആഡ് ചെയ്യട്ടോ. അതായത് ഇന്നത്തെ കാലത്ത് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ChatGPTയിൽ വെറുതെ ഒരു 5 മിനിറ്റ് ഒരാക്കി ഇരുന്നാൽ മതി. ഇങ്ങനത്തെ ഒരു 100 യൂണിവേഴ്സിറ്റീസ് വേൾഡിലുള്ളത് ഏതാണ് അപ്ലിക്കേഷൻ ഫീ ഇല്ലാതെ നമുക്ക് മാസ്റ്റേഴ്സിന് നമ്മുടെ ഇന്ന ഏരിയയിൽ അന്ന് ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുന്ന മനസ്സിലാക്കണം അല്ലേ? കുറച്ച് മന്ത്സിന്റെ റിസർച്ച് വേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കിത് കാണുന്ന ആൾക്കാരോട് എനിക്ക് ബേസിക്കലി ചോദിക്കാറുള്ളത്. യെസ്, ലെറ്റ്സ് കണ്ടിന്യൂ. അതെ, അപ്പോൾ അങ്ങനെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ അറിയപ്പെടുന്ന ചീവനിങ് സ്കോളർഷിപ്പ്, കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ്, അങ്ങനെ അതുപോലെ പിന്നെ EIT ഡിജിറ്റൽ, അങ്ങനെ പുറം വരുന്നത് പറയാണ്. അങ്ങനെ EIT ഡിജിറ്റൽ സ്കോളർഷിപ്പിനാണ് എനിക്ക് അപ്ലിക്കേഷൻ കിട്ടിയത്, അഡ്മിഷൻ കിട്ടിയത്. നോക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ കൗസ്റ്റ് റിജക്ട് ചെയ്ത് ആ ഒരു മൊമെന്റിൽ ഞാൻ മനസ്സിലാക്കി കൗസ്റ്റ് എവിടെ കിടക്കുന്നു, KTH എവിടെ കിടക്കുന്നു. എന്താണ് ഇതിന്റെ റാങ്കിങ്സ്? മേ ബി QS റാങ്കിങ്ങിൽ KTH ടോപ്പ് 100-ലുള്ളതാണ്. ഓൾട്ടോം സംവെയർ അറൌണ്ട് ടോപ്പ് 100 അടുത്തുള്ളതാണ്. ഓൾട്ടോ ഫിൻലാൻഡിലാണ്, KTH സ്വീഡനിലാണ്. അതെ, KTH സ്വീഡനിലെ ബെസ്റ്റ് ആണ്, ഓൾട്ടോ ഫിൻലാൻഡിലെ ബെസ്റ്റ് ആണ്. രണ്ടും ടോപ്പ് 200. അതായത് ഒരു ബെസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബേസിക്കലി അഡ്മിഷൻ കിട്ടുകയാണ് വിത്തൗട്ട് എനി ഫീ. സ്റ്റൈപ്പൻഡ് €1,000 പെർ മന്ത്. ഓക്കെ, അതായത് €1,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ₹1,00,000 പെർ മന്ത്. അത്യാവശ്യം സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളും കിട്ടും. അതായത് നമുക്ക് ട്യൂഷൻ ഫീസും ഇല്ല. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഞാൻ ആ സമയത്ത് റിയലൈസ് ചെയ്യുന്നില്ല ഇത് ഇത്ര വാല്യുബിൾ ആണെന്നുള്ളത്. ഞാൻ ആളോട് ചോദിച്ചത്, ഇത് ആപ്ലിക്കേഷൻ കിട്ടിയ ശേഷം എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു സീനിയർ ആണല്ലോ, ഞാൻ ചോദിച്ചത് ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം, ഡെഫിനറ്റ്ലി എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ജെയ്സലിൻ്റെ മെയിൽ ID അല്ലെങ്കിൽ Instagram ID ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് ഫിൻലാൻഡ് അല്ലെങ്കിൽ സ്വീഡൻ അല്ലെങ്കിൽ യൂറോപ്പിലെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജെയ്സലിനോട് ആദ്യം പറഞ്ഞാണ് ഐ വിൽ ഹെൽപ്പ് പീപ്പിൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട് ടു ജെയ്സൽ. ഓക്കെ, ബി ഏബിൾ ടു ഹെൽപ്പ് ദം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ജെയ്സലിനെ സീനിയർ ഹെൽപ്പ് ചെയ്ത പോലെ ജെയ്സൽ ബാക്കിയുള്ളവരെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 5ഓളം പേര് ഓൾറെഡി എൻ്റെ ഗൈഡൻസിൽ മെന്റർഷിപ്പിൽ ഓൾറെഡി സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവില്ലേ? അതായത് ഇപ്പോൾ ഇന്ത്യയിലല്ല പോകുന്നത്, ആ സമയത്ത് ഇന്ത്യയിൽ പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഒരു കൈൻഡ് ഓഫ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്ട്സ്, അപ്പുറത്തെ അക്കാഡമിക്സ്, യൂറോപ്പിൽ പോകണം, നമുക്ക് കംപ്ലീറ്റ്ലി ഏലിയൻ ആയിട്ടുള്ള, നമുക്ക് ആരും ഇല്ലാത്ത, എസ്പെഷ്യലി ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഈവൻ നോർത്ത് ലൈക്ക് ഒരു ജർമ്മനി, ഫ്രാൻസ്, UK പോലും അല്ല, നമുക്കിവിടെ കംപ്ലീറ്റ്ലി കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നോർഡിക് റീജിയൻസിൽ, സ്വീഡൻ ഇവിടെ ഒക്കെ ഉള്ളത്. മലയാളികൾ എന്ന് പറയാൻ അത് വളരെ കുറവായിട്ടുള്ളതാണ്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ എടുത്തത്? അത് യുവർ സ്ട്രേറ്റ് എന്താ പറയുക ഉറപ്പായിരുന്നു ഞാൻ എന്താണ് പോകുന്നത്? അത് ഓൾറെഡി ബാക്ക് ഓഫ് മൈ മൈൻഡ് ഉണ്ട്. ഹയർ സ്റ്റഡീസ് എന്നുള്ളൊരു സാധനം ഉണ്ട്, ഇന്ത്യയിൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര റിസ്കി ഡിസിഷൻ ആയിരുന്നു. പക്ഷേ ആ റിസ്ക് എടുത്തു, കുറച്ചൊക്കെ സ്റ്റഡി നടത്തി. പക്ഷെ ഞാൻ ആലോചിച്ചത് ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ജോലി ഓൾറെഡി കിട്ടുമല്ലോ. ഞാൻ ചെറിയൊരു റിസർച്ച് നടത്തി, എന്താണ് ഇവിടെ
ചിപ്പ് ഡിസൈൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ സ്വീഡൻ ആണെങ്കിൽ എറിക്സൺ അവർ ചിപ്പ് ഡിസൈൻ നടത്തുന്നുണ്ട്, ഫിൻലാൻഡ് ആണെങ്കിൽ നോക്കിയ നടത്തുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരാൻ ഇന്ത്യയിൽ തിരിച്ചു വരാൻ അതെ അതെ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് യു ഹാവ് ഗുഡ് പ്രൊഫൈൽ ഓൾസോ, റൈറ്റ്? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നു. എന്താണ് ഫിൻലാൻഡിലെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്? ഫിൻലാൻഡ്, സ്വീഡനിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റീസ്, ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, എന്താണ് ഇവിടുത്തെ ലേണിങ്സ് എന്നുള്ളത്? അപ്പോൾ ഈ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത ഭയങ്കര ഹാൻഡ്സ് ഓൺ ആണ്. നമ്മളെ നാട്ടിലെ ഒരു തിയറിറ്റിക്കൽ എൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ലേണിങ്ങിൻ്റെ അപ്പുറത്ത് പ്രാക്ടിക്കൽ കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതും ഇവർ സിലബസ് വളരെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എവറി മേ ബി 2 ഇയേഴ്സോ അല്ലെങ്കിൽ ഇത് പ്രൊഫസേഴ്സോ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം അവർക്ക് യൂണിവേഴ്സിറ്റി വൈസ് ആണ് സിലബസ് സെറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളെ പോലത്തെ സിസ്റ്റം അല്ല. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി. അപ്പോൾ ഇപ്പോൾ KTHൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈവൻ ആൾട്ടോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ക്ലാസ്സിൽ പോയിരുന്നാലും ഒരു പക്ഷെ ഒന്നും മനസ്സിലാവില്ല. ഈ പ്രൊഫസേഴ്സ് വളരെ ഹൈ ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. നമ്മൾ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് നമുക്ക് എക്സസൈസ് ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിനും ഹോംവർക്ക് എക്സസൈസസ് ഉണ്ടാവും, സബ്മിറ്റ് ചെയ്യണം. ലാബ് വർക്ക് ഉണ്ടാവും, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എക്സാം എന്നുള്ളത് മാത്രമല്ല ഒരു നമ്മളെ മാർക്ക് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും, റൈറ്റ്, ഇങ്ങനെ പറഞ്ഞ പോലെ കുറച്ച് ഹാൻഡ്സ് ഓൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ പഠിച്ചു, റൈറ്റ്. പിന്നെ നല്ല മാർക്കിൽ ക്വാളിഫൈ ചെയ്തു. ഇവിടെ അതേപോലെ തന്നെ എനിക്ക് അതിൻ്റെ അനുബന്ധമായി ചോദിക്കണം, ഇപ്പോൾ യൂറോപ്പിൽ വരുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് വരുന്നുണ്ട്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? എല്ലാവരും നല്ല യൂണിവേഴ്സിറ്റീസിലാണോ വരുന്നത്? ഇപ്പോൾ യൂറോപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു ഷെങ്കൻ അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലൊക്കെ ജയിച്ചാൽ എന്തായാലും ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല. യു ഹാവ് ബീൻ ഹിയർ ഫോർ എത്ര ഇയേഴ്സായി? 8 ഇയേഴ്സായി. എന്താണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ജനറലി പറയാനുള്ളത്? ഇതിൽ ആളുകൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്? അതെ, ഇത് പറഞ്ഞപ്പോൾ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ ഈ അടുത്ത് ലണ്ടനിൽ പോയപ്പോൾ എൻ്റെ കസിൻ അവിടെയാണ് താമസിക്കുന്നത്. നമ്മളിങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കാണിച്ചിട്ട് പറഞ്ഞു, അതെന്താ മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് സംതിങ് എന്ന് പറഞ്ഞു. ഒരു ഷോപ്പിൻ്റെ മേളിൽ ഒരു റൂം, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ കൺസൾട്ടൻസീസിന് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ അവർക്ക് കാശ് കിട്ടും, അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റിസർച്ച് നടത്തണം. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും ടോപ്പ് 100ഉം ടോപ്പ് 200 ഒന്നും അല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ല ഒരു വെബ്സൈറ്റാണ് യൂറോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നംബിയോ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് നമുക്ക് താഴെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ലിവിങ് സാഹചര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയുമ്പോൾ ടോപ്പ് 200 യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോകാൻ പാടുള്ളൂ. അതുതന്നെ അവിടെ ലിവിങ് സ്കോപ്പ് ഉള്ള ഒരു രാജ്യത്ത് നമ്മൾ ലിവിങ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതായത് അവിടെ ഏറ്റവും മിനിമം നമുക്ക് നോക്കാവുന്നത് ആ രാജ്യം അതിൻ്റെ GDP ഗ്രോയിങ് GDP ആണോ നോക്കാം. ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ നോർഡിക്സ് ഓക്കെയാണ്. നോർഡിക് സ്വീഡൻ ഡെൻമാർക്ക് അതേപോലെ തന്നെ ഫിൻലൻഡ്, നോർവേ, ഇതാണ് നോർഡിക്. അതെ. പിന്നെ ജർമ്മനി, നെതർലാൻഡ്സ്, ഫ്രാൻസും ഞാൻ അത്ര പറയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ, ഈവൻ ഇഫ് യു കംപ്ലീറ്റ് യുവർ മാസ്റ്റേഴ്സ് യു സ്ട്രഗിൾ ടു ഫൈൻഡ് എ ജോബ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഈവൻ UK ആയാലും, UK ഇപ്പോൾ ഈവൻ ടോപ്പ് 100ൽ പഠിച്ചവർ പോലും ജോബ്ലെസ് ആയിട്ട് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഓഡ് ജോബ്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പഠിക്കുന്നുള്ളതും നമുക്ക് എന്ത് എക്സ്പോഷർ കിട്ടും എന്നുള്ളതും ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ടയർ തേർഡ് ടയർ യൂണിവേഴ്സിറ്റീസിലോട്ട് വരുന്നത്, ഫിൻലാൻഡിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? കുറവാണ്, ഉണ്ട്, വളരെ കുറവാണ്. ഓക്കെ. അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിലോട്ട് വരുന്ന ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് ഫസ്റ്റ് ഹാൻഡ് നമ്മൾ കാണുന്നുണ്ട് അവിടെ. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? കുട്ടികൾ വന്നിട്ട് അവരെത്രത്തോളം ജോബൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്, ഓർ ഒരു വലിയ ലോണൊക്കെ എടുത്ത് ഇവിടെ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ് ലോൺ എടുത്ത് വരുന്നത്. ഞാൻ പറയുമ്പോൾ ലോൺ എടുത്ത് വരുന്നേക്കാൾ എളുപ്പമാണ് നമ്മളൊരു നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് സ്കോളർഷിപ്പിൽ വരുന്നത്. യുജിക്കായാലും പി ജിക്കായാലും ഈവൻ PhDക്ക് പിന്നെ ഓൾറെഡി ഫണ്ടഡ് ആണ്, പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്താൽ ഐ ആം ഷുവർ യു വിൽ ഗെറ്റ് എ സ്കോളർഷിപ്പ്. അപ്പോൾ ഈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ BTech പഠിക്കുമ്പോൾ അല്ലെങ്കിൽ M.Tech പഠിക്കുമ്പോൾ യു ക്യാൻ ഈ BTech മാത്രമല്ല BSc ഒക്കെ എനിക്ക് തോന്നുന്നു 200+ സ്കോളർഷിപ്സ് ഉണ്ട്. അതെ.
അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഒരു പേപ്പറാക്കി മാറ്റാം, ഒരു IEEE പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ആക്കാം, ഒരു ഹാക്കത്തോണിന് പോകാം, ഒരു ടെക് ഫെസ്റ്റിന് പോകാം. ഇതൊക്കെ CV കാണുമ്പോൾ പിന്നെ ഇഫ് യുവർ വർക്ക് ഇസ് റിലേറ്റഡ് ടു വാട്ട് പ്രൊഫസേഴ്സ് വർക്ക് ഇസ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് യു. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഏരിയ ഓഫ് വർക്കിന് ഏത് പ്രൊഫസറാണ് ഏത് യൂണിവേഴ്സിറ്റിയിലുള്ളത് നോക്കാം, എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താൽ. അപ്പോൾ അതിലൊരു ഗൈഡൻസ് ജയ്സൽ കോൺടാക്ട് ചെയ്താൽ കൊടുക്കും. പ്രോബ്ലി നമുക്കൊരു സെഷൻ, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യാൻ പറ്റും. പ്രോബ്ലി നമുക്കൊരു സെഷനൊക്കെ അതിന് വേണ്ടി പ്ലാൻ ചെയ്യാം, ലാർജർ ഓഡിയൻസിന് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ പറയാം. സോ ദാറ്റ് നമുക്ക് ലാർജർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനത്തെ ഒരു വെബിനാർ മേ ബി ജയ്സലിനെ കൊണ്ട് നടത്താം. ഐ ഷാൾ ഹോസ്റ്റ് ഇറ്റ്. നമുക്ക് ഡൗട്ട്സ് ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റികൾ നോക്കി പോവുക. വെറുതെ ഒരു ലോണൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ വലിയൊരു കടക്കണിയിൽ വരേണ്ട ഒരു സ്ഥലമാണോ യൂറോപ്പ്? എന്താണ് ഇവിടുത്തെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് വെച്ച് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ ഒരു 30,000 euro ആണ്, 30 ലക്ഷം രൂപയാണ് ഒരു ഫീ മാത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും എമൗണ്ട് തിരിച്ച് നമ്മൾ റിട്ടേൺസ് വരാൻ നമ്മൾ ജോലി ചെയ്താൽ തന്നെ ഇറ്റ് മൈറ്റ് ടേക്ക് ലൈക്ക് 2-3 years മിനിമം. അപ്പോൾ അത്രയും സമയം നമ്മൾ ആർ വി റെഡി ടു സാക്രിഫൈസ് ദോസ് ഇയേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ജോലി കിട്ടാതെ പോകുന്ന കേസുകളുണ്ട്, അപ്പോൾ അതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ. ഇപ്പോൾ ജയ്സലിവിടെ ഫിൻലാൻഡിൽ വന്നു, 8 വർഷത്തോളമായി. ജയ്സലിവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ വാങ്ങി, അതേപോലെ തന്നെ എന്താ പറയുക ഫിന്നിഷ് സിറ്റിസൺ ആയി. റൈറ്റ്? എന്തായിരിക്കും എന്താ പറയുക ഒരു ഫിൻലാൻഡ് സിറ്റിസൺ ആയ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താണ്? എന്തായാലും ഇവിടെയാണ് ജീവിക്കുന്നത്, അപ്പോൾ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിട്ട് തുടരുകയും ചെയ്യാം, കാർഡ് ഹോൾഡർ ആയിട്ട് തുടരുകയും. നാട്ടിൽ PR പോലെ എത്ര കാലം വേണമെങ്കിലും വന്ന് നിൽക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ഇവിടുത്തെ പാസ്പോർട്ടിന്റെ വൺ ഓഫ് ദ ടോപ്പ് 5 ട്രാവൽ ചെയ്യാൻ വാല്യൂ ഒക്കെ 130 കൺട്രീസ് വിസ ഫ്രീ എൻട്രി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഇതൊരു നല്ല ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഫിൻലാൻഡ് സിറ്റിസൺ ആവാൻ വേണ്ടത്? ഫിൻലാൻഡ് സിറ്റിസൺ ആവാൻ നമുക്ക് 5 years പ്ലസ് നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് B1 B2 ലെവൽ പാസ്സാവും. അതെങ്ങനെ എത്ര എളുപ്പമാണോ ബുദ്ധി? കാരണം ഒരുപാട് ആളുകളൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേഴ്സുമാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വന്ന് ഫിനിഷ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട്. എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ് ഫിനിഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി? ഫിനിഷ് ലാംഗ്വേജ് ഒരു ഡിഫിക്കൽട്ടീൻ്റെ ടോപ്പ് 10 വരുന്ന ഒരു ലാംഗ്വേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറാണ്, അത് ഒരു കുറച്ച് ഇല്ലോജിക്കൽ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറാണ് വരുന്നത്. ഈവൻ ഫിനിഷ് ആൾക്കാരോട് ചോദിച്ചാൽ പോലും ഇതെന്താ എന്ന് ചോദിച്ചാൽ അവർക്കൊരു ആൻസർ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈവൻ നമ്മളെ മലയാളത്തിലും അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് ജയ്സൽ ഇത് പഠിച്ചത്? അത് എനിക്ക് തോന്നുന്നു ലോജിക്കലി ഇത് നമ്മൾ ലോജിക്കൽ തിങ്കിങ് ആണ്. ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പല ആൾക്കാരും ഈ സിറ്റിസൺഷിപ്പ് കിട്ടാത്തതിന് കാരണം ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടില്ല എന്നുള്ളത്. 8-10 കൊല്ലമായി ഇവിടെ ഉള്ളത്. നമ്മൾ ബേസിക്കലി നമ്മൾ സയൻസ് പഠിച്ചു, നമ്മൾ ലോജിക്കൽ തിങ്കിങ് ആണ് നമുക്ക് കൂടുതൽ. ഒരു ലാംഗ്വേജ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ലോജിക്കലി തിങ്ക് ചെയ്താൽ ഇത് കഴിച്ചലാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ ചെയ്ത സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇത് ത്രൂ പ്രാക്ടീസ് സംസാരിച്ചുകൊണ്ട്, കാരണം ഈ ഒരു എക്സാം എന്ന് പറയുന്ന IELTS പോലെ 4 കോമ്പോണൻസ് ഉണ്ട്: റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. അപ്പോൾ അതാണ് പാസ്സാവേണ്ടത്. അത് മാക്സിമം 4 മാർക്കാണ്, അതിൽ 3 ഗ്രേഡ് വരെ കിട്ടണം, എന്നാലേ പാസ്സാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കാരോട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികൾ ഒരു എന്താ പറയുക ഒരു 8 years 10 years റേഞ്ചിലുള്ള കുട്ടികളോട് അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് സംസാരിക്കും, അവരോട് വഴി ചോദിക്കും, അവരോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് ലേൺ ചെയ്ത് തുടങ്ങിയത്. ചെറിയ കുട്ടികൾ അവർ വളരെ സ്ലോലി സംസാരിക്കും, അവർക്ക് സമയമുണ്ട് നമ്മളോട് സംസാരിക്കും. അതേപോലെ ഓൾഡ് പീപ്പിൾ, ലെറ്റ്സ് സേ 60-70 ആൾക്കാരെ വേണ്ട, കാരണം അവർ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. അവരുടെ സ്ലാങ്ങും ബുദ്ധിമുട്ടാണ് ക്യാച്ച് ചെയ്യാൻ. ഇവർ വളരെ സ്ലോലി. പിന്നെ അതുപോലെ ശരിക്കും പ്രായ ആൾക്കാർ ദേ വോണ്ട് ടു സ്പീക്ക് ടു സമ്മൺ എന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം ഒരു 5 minutes സംസാരിച്ച് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ വി ഗെറ്റ് ന്യൂ വേർഡ്സ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ കുറേ വേർഡ്സ് പഠിച്ചെടുത്തു. ഇപ്പോൾ ഫ്ലുവൻ്റ് ആയിരുന്നു. ഫ്ലുവൻ്റ് എന്ന് പറയുന്നത് നല്ല സ്ട്രെച്ച്. അത് എനിക്കൊന്നും ജയ്സലിൻ്റെ സ്റ്റോറി ആക്ച്വലി ലേണിങ്ങിൻ്റെ സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നിയത്. അത് എഞ്ചിനീയറിംഗ് ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, പുതിയ കാര്യങ്ങളാവട്ടെ, ലാംഗ്വേജ് പഠിക്കാൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കാൻ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്താൽ ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള 10 ലാംഗ്വേജസിൽ ഒന്നും നമുക്ക് പഠിച്ചെടുത്ത് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് വരെ വാങ്ങിച്ചെടുക്കാം, അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. എന്നാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ എൻഡ് ചെയ്യാൻ? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഭയങ്കര ഹൈ ക്ലാസ് അല്ലെങ്കിൽ ടോപ്പ് ബ്രില്യൻറ്റ് പേഴ്സൺ ആണെന്ന് ഞാൻ പറയില്ല, ഒരു എബോവ് ആവറേജ്. പക്ഷേ ത്രൂ യുവർ ഹാർഡ് വർക്ക്, ത്രൂ യുവർ റെസിലിയൻസ്, അതൊരു മെയിൻ ക്യാരക്ടർ. ഞാൻ പല ആൾക്കാർ ഇവിടെ മെൻറ്റീസ് ആയിട്ട് ചെയ്യാറുണ്ട്. ഞാൻ മെൻറ്റർഷിപ്പ് ചെയ്യാറുണ്ട്. ഒരു ഇയറിൽ ഒരു 10 പേരെടുത്ത് ഞാൻ മെൻറ്റർ ചെയ്യും.
അപ്പോൾ അവർ ഇവരെ CV നന്നാക്കുക, ഇവരെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, എന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നത്. അത് വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കണ്ടത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യും, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും റിസൾട്ട് വരാൻ. മാത്രമല്ല കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോവില്ല. കാരണം തോൽവി എന്നുള്ളത് നമ്മുടെ ഈഗോനെ അത്രയും ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കൗസ്റ്റിൽ അപ്ലൈ ചെയ്തപ്പോൾ 5 തവണ അപ്ലൈ ചെയ്തിട്ട് 4 തവണയും ഫെയിലായി, 5ാമത്തെ തവണയും HR ഇന്റർവ്യൂവിൽ പോയി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് വേണ്ട വേൾഡ് എക്കണോമിക് ഫോറം ഇന്നത്തെ കാലത്ത് വേണ്ട ടോപ്പ് സ്കിൽസ് എണ്ണയിൽ 2ാമതോ 3ാമതാണ് റെസിലിയൻസ് എണ്ണ, അഡാപ്റ്റബിലിറ്റി. സോ അഡാപ്റ്റബിലിറ്റി, റെസിലിയൻസ്, അതേപോലെ സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളതൊക്കെ ബേസിക്കലി ജെയ്സലിന് കാണാൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ളത് പ്രോബ്ലി മോർ ദാൻ എ ടെക്നിക്കൽ സ്കിൽ നമുക്ക് ശരിക്കും വേണ്ടത് ഇങ്ങനെ കുറെ റിയൽ വേൾഡ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതെ. ഇനിയുള്ള കാലത്ത് അജ്മൽ പറഞ്ഞ പോലെ കമ്പനീസ് നോക്കുന്നത് അതായിരിക്കും. ടെക്നിക്കൽ സ്കിൽസ് അവർ ഓക്കെ യു നീഡ് ബേസിക് വൺ, ബട്ട് അബോവ് ദാറ്റ് എത്രത്തോളം നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആകാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ ചേഞ്ച് ഉണ്ടാവില്ല, ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒരു ടീം ഇപ്പം തന്നെ കാണാൻ പറ്റും. എൻ്റെ കമ്പനിയിൽ തന്നെ നമ്മളൊരു വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ പറയും ഈ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്, അടുത്ത പ്രൊജക്റ്റിൽ നിങ്ങളാക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ അവിടെ ഒരു അവിടെ ആ ഒരു ചേഞ്ചിനുള്ള അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇവർ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പോളിടെക്നിക്കൽ പഠിച്ച ആളാണെങ്കിലും എവിടെ പഠിച്ച ആളാണെങ്കിലും നമുക്ക് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനീസിൽ വരാൻ, ഇപ്പോൾ നോക്കിയയിൽ പ്ലേസ്ഡ് എങ്ങനെ അതും കൂടി പറഞ്ഞില്ല നമ്മൾ. അത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നോക്കിയയിൽ ഇവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നോക്കിയയിൽ. ആ ഇവൻറ്റിന് നോക്കിയ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് CV പ്രിൻ്റ് ഔട്ട് ഒരു CV ഉണ്ടായിരുന്നു. നോക്കിയ വരുന്നത് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഞാൻ CV അവിടെ കൊടുത്തു. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഒരു നോക്കിയയിൽ ചെന്ന് അവരൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടി. അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പോൾ ലീഡാണ്. ഒരു 10-9 പേരെ ലീഡ് ചെയ്യുന്നത്. SOC ഡിസൈൻ ആൻഡ് വെരിഫിക്കേഷനിൽ ലീഡാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഞാൻ 1-2 അനുഭവങ്ങൾ ജെയ്സലിൻ്റെ കൂടുതൽ അനുഭവങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ പോലെ ഇന്നലെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ സ്ലഷിന് പോകുമ്പോൾ ഒരു ഫിനിഷുകാരൻ അവിടെ ഇരിക്കുന്നുണ്ട്, മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അയാളുടെ നേരെ മോന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ലഷിന് പോകുന്ന അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇവൻ എന്തിനതൊക്കെ പറയണത്, ഞാൻ സ്ലഷിന് പോകുന്ന അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പരിചയപ്പെട്ടു, അയാൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മൾ ഞങ്ങളൊക്കെ പരിചയപ്പെടുത്തി, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതൊരാളെ കണ്ടാൽ നമ്മൾ മേ ബി സംസാരിക്കുക, നെറ്റ്വർക്ക് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും ജെയ്സൽ ഫിനിഷ് പഠിച്ചിട്ടുണ്ടാവുക, റൈറ്റ്? അതേപോലെ തന്നെ കുറേ ടെക് കോമ്പറ്റീഷൻസിന് പോവുക, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ മുതലാക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ കിട്ടില്ല, നമുക്ക് ജോലിയില്ല, നമുക്ക് സാധ്യതകളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം നമ്മുടെ സാധ്യതകൾ ഉണ്ടാക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്, അല്ലേ? അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുക? ഈ ഒരു വില്ലിങ്നെസ് മോർ ദാൻ യുവർ എനി ടെക്നിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ സബ്ജക്ട് സ്കിൽസ്, നിങ്ങൾ എന്ത് പഠിക്കാവട്ടെ, നിങ്ങൾ ആർട്സ് പഠിക്കാവട്ടെ, സയൻസ് പഠിക്കാവട്ടെ, ടെക്നോളജി പഠിക്കാവട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എത്തിക്കണമെന്ന് ഒരു രീതിയിലാണ് നമ്മൾ ജെയ്സലിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുള്ളത്. ജെയ്സലിൻ്റെ ഫ്ലാറ്റിലാണുള്ളത്. ജെയ്സൽ ഇവിടെ വീടൊക്കെ എടുത്ത് പറഞ്ഞതുപോലെ ഇനിയൊരു പെണ്ണും കൂടി കെട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നല്ല ഇവിടെ ഫിൻലാൻഡിലൊക്കെ വന്ന് സെറ്റിൽ ആവാൻ താല്പര്യമുള്ള പെൺകുട്ടികളും പാരൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കുഴപ്പമില്ലല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലുള്ള ടേക്ക് അവേസ് നിങ്ങൾ കമൻസ് ആയിട്ട് എഴുതുക. അതോടൊപ്പം ജെയ്സലിനെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് വെരി നൈസ് ഗൈ. ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ സംസാരിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്കുള്ള ചോദ്യങ്ങളൊക്കെ കമൻറ്റിലിടുക. ഓക്കെ, ജെയ്സലും ഒന്ന് നോക്കുക, നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, സോ യൂറോപ്പിനെ കുറിച്ച് നല്ലൊരു ധാരണ, അതോടൊപ്പം നമ്മൾ ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഇൻപുട്ടാണ് നമുക്ക് ജെയ്സൽ തന്നത്. താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് ആൻഡ് താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് അസ്. ഇവിടെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് 3-4 ദിവസം താമസ സൗകര്യമൊക്കെ ഒരുക്കി. ഞങ്ങൾക്ക് നല്ല ഉപ്പുമാവും, ജെയ്സൽ നല്ലൊരു കുക്ക് കൂടിയാണ്, നല്ല ഉപ്പുമാവും സാൽമൺ ബിരിയാണിയും ഒക്കെ ജെയ്സൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് ടുവേർഡ്സ് ഓൾ യുവർ ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. ഇനിയും കുറേ കാര്യങ്ങൾ, ജെയ്സലിൻ്റെ കുറച്ച് സ്റ്റാർട്ടപ്പ് പ്ലാൻസും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അടുത്ത വിസിറ്റിലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ താങ്ക്സ് അ ലോട്ട്. മാത്രമല്ല, ഈ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഫിൻലാൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഡു പിങ് മീ, ലെറ്റ്സ് ഹാവ് എ കോഫി. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ താമസം തരും. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്.